ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിരിക്കുന്നുവല്ലോ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു ഉള്ളി മുളക് ചമ്മന്തി ഈസിയായി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചുവന്നുള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 10 ഉണക്കമുളക്, 1 കഷ്ണം ഇഞ്ചി, 3 നെല്ലി വെളുത്തുള്ളി, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, അല്പം കറിവേപ്പില എന്നിവ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പനേരം നമുക്കിതൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ ഒന്ന് മുറിച്ച് ചേർക്കുന്നതാണ് നല്ലത്. തേങ്ങ നിങ്ങൾക്ക് കുറവോ കൂടുതലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഉണക്കമുളക് നമുക്ക് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് അല്പനേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് വരത്തക്ക തരത്തിൽ വേണം ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. തേങ്ങയുടെയൊക്കെ ആകുമ്പോൾ ഇതിന് വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മുളകിൻ്റെ വലിയ എരി നമുക്ക് അനുഭവപ്പെടത്തുമില്ല, നല്ല കളറുമായിരിക്കും. അപ്പം ഏകദേശം നമ്മുടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഞാനിങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. കൃഷി ചെയ്ത് എടുക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു വൈബ്രൻറ്റ് കളർ ഇതിന് കിട്ടും. നിങ്ങൾ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് 3-4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ചട്നി ജാർ ഉപയോഗിച്ച് ഇതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ചമ്മന്തി കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മുളകിൻ്റെ അരിയൊക്കെ ഇടയ്ക്കൊന്ന് കാണുന്നത് ഈ ചമ്മന്തിയുടെ ഭംഗി കൂട്ടും. അങ്ങനെ ഞാൻ ഇത് മിക്സിയുടെ ചട്നി ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് 3-4 തവണ ക്രഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു ചമ്മന്തിയാണ്. ദോശയ്ക്കും ചപ്പാത്തിക്കുമൊക്കെ ആണെങ്കിൽ നമ്മൾ അല്പം കൊടുത്ത് ലൂസാക്കി എടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ ചമ്മന്തി നന്നായി ഞാൻ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അല്പം ശർക്കരയും ചേർത്ത് കൊടുക്കാം. അല്പം മധുരം ഇതിന് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇത് നമുക്ക് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.